ഹലോ, ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഹെയർ കെയർ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കറിവേപ്പിലയുടെ ഒരു സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ തലയൊട്ടിൽ മാത്രം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് സ്കാൽപ്പ് മസാജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇൻവെർഷൻ മെത്തേഡും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന റെഗുലർ ഓയിൽ നന്നായിട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ വെറുതെ സ്കാൽപ്പിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഈ സ്പ്രേ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ കാണിക്കാം. ഓരോന്നായിട്ട് ഞാൻ ജസ്റ്റ് സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. നെറ്റി കയറുന്ന ഭാഗത്തൊക്കെ നിങ്ങൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു സ്പ്രേ നിങ്ങൾ റെഗുലറായി യൂസ് ചെയ്യുമ്പോഴത്തേക്കന്നെ സ്കാൽപ്പ് നന്നായിട്ട് ഇത് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇത് ഉലുവയുടെ കൂടെ കഞ്ഞിവെള്ളമൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നൈറ്റ് ഹെയർ കെയർ ഫോളോ ചെയ്യുന്നവർക്കും ഇത് ചെയ്യാവുന്നതാണ്. സ്കാൽപ്പിൽ നന്നായിട്ട് വെള്ളം അത് തട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നല്ല ഗ്യാപ്സ് ഉള്ളത് നിങ്ങൾക്ക് നല്ല തലയോട്ടി കാണുന്നു എന്ന് പറയുന്നവിടെയൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ മസാജ് ചെയ്ത് വിടുക. ഇങ്ങനെ സർക്കുലർ മോഷനിൽ തന്നെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫിംഗർ ടിപ്സ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ ഓട്ടിക്കുക. തലയോട്ടിയിൽ ലൈറ്റായി പ്രസ് ചെയ്താൽ മതി.
തലയോട്ടിയിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇൻവെർഷൻ മെത്തേഡ് ചെയ്യാം. ഇനി കെട്ടി വയ്ക്കാം നമുക്ക്. മസാജ് ചെയ്തിട്ടും എനിക്ക് ചെറുതായിട്ടൊക്കെ മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. അത് സ്വാഭാവികമാണ്. ഒരു മസാജ് ചെയ്താലോ അതോ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പതിയെ മെല്ലെ നോർമലായിട്ട് ചെറുതായിട്ടെങ്കിലും മുടി കൊഴിയുന്നതാണ്. അത് ഈ ചൂട് കാലാവസ്ഥയ്ക്കാണ് അങ്ങനെ ഉണ്ടാവുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടി എന്താ കൊഴിഞ്ഞതെന്ന് വെച്ചാൽ ഒത്തിരിയേ കൊഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതാണ്, ഞാൻ പിന്നെയും കാണിക്കാവേ. ഇത്രയാണ് കൊഴിഞ്ഞിരിക്കുന്നത്. അത് നോർമലായിട്ട് അത് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അതിൻ്റെ പഴയ മുടി ഇല്ലെങ്കിൽ വീക്കായിട്ടുള്ള മുടി ഇല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ് വന്ന മുടി, പാതി പൊട്ടിയ മുടിയൊക്കെ ആണെങ്കിൽ അത് കൊഴിഞ്ഞ് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ റെഗുലറായിട്ട് നിങ്ങൾ കെയർ ചെയ്യുമ്പോൾ തന്നെ നോർമലായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് റെഗുലറായി ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇനി ഒരു 20 ദിവസം 27 ദിവസം വരെ എനിക്ക് ഹെയർ കെയർ ചെയ്യുന്നതാണ്. അപ്പോൾ 90 ഡേയ്സിൻ്റെ ഹെയർ കെയർ ഞാൻ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് മന്ത്സായി. ഓക്കെ, നടുവിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഗ്യാപ്സും വന്നതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് ഈ സ്പ്രേ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുന്നത് നന്നായിരിക്കും. പിന്നെ താരൻ പ്രശ്നമുള്ളവർ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഉലുവയുടെ ഹെയർ പാക്ക്, പിന്നെ ഇത് വേപ്പിലയുടെ ഒരു ഹെയർ പാക്ക്, അങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് നന്നായി മസാജ് ചെയ്ത് വിടുക. പിന്നെ നല്ലോണം തലയോട്ടിയിൽ എണ്ണ വെച്ചിട്ട് ഇത് ഹോട്ട് ഓയിൽ മസാജും വീക്ക്ലി ട്വൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് താരൻ കൺട്രോളിൽ കൊണ്ടുവരാവുന്നതാണ്. പിന്നെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ജ്യൂസസ് നമുക്ക് ഉൾപ്പെടുത്താം. അതായത് ചീര ഒരുപാട് കഴിക്കാവുന്നതാണ്, ഉപ്പേരിയായിട്ട്, പിന്നെ കറിയായിട്ടൊക്കെ കഴിക്കാം, സൂപ്പായിട്ടും കഴിക്കാം. ജ്യൂസ് എന്ന് വെച്ചാൽ ഗ്രീൻ ജ്യൂസ് പറയണമെന്ന് വെച്ചാൽ ഇത് കുക്കുംബർ, പിന്നെ പുതിന, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ നന്നായി അടിച്ചെടുത്തിട്ട് ഇതിൽ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കലക്കി കുടിക്കാവുന്നതാണ്. പിന്നെ നോർമലായിട്ട് മോരുണ്ടാക്കിയിട്ട് അതിൽ കറിവേപ്പില, പുതിന ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നല്ല ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഈ ഒരു ജ്യൂസ്
ഫിൽട്ടർ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് കുടിക്കാം. ഇതിൽ നിങ്ങൾക്ക് ഹണി ഇല്ലെങ്കിൽ ഇത് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബ്ലെൻഡ് ചെയ്ത് അത് റെഗുലറായിട്ട് ഹീറ്റ് ഒരുപാടുള്ളവർക്ക് ഇതൊക്കെ ഉപയോഗമായിരിക്കും. ഓക്കെ, ഇനി ഒരു കുറച്ച് ദിവസം കൂടി ഹെയർ കെയർ ആയിരിക്കും. ഇത് ഞാൻ വീഡിയോസ് ഫൈനലായിട്ട് എന്തായാലും ഞാൻ 90 ഡേയ്സിൻ്റെ ഒരു വീഡിയോ റിസൾട്ട് ഞാൻ അറിയിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നോർമലായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ റെഗുലറായിട്ട് സമ്മർ ഹെയർ കെയർ റൂട്ടീൻ ഞാൻ ഇനി ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. പിന്നെ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്തവർ പുതിയതായിട്ട് എല്ലാം വീഡിയോസ് കാണുക, ടിപ്സൊക്കെ ട്രൈ ചെയ്ത് കമൻറ്റ്സിലൂടെ അറിയിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോസിൽ വല്ല മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.